രവി, ഇന്ദ്ര, അമ്മ എവിടെ രവി? ഐശുവിന്റെ അകത്താ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല. എന്താ ചേച്ചി അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വരെ? മഞ്ചാരിയുടെ കല്യാണം നടത്താൻ വേണ്ടി വിശ്രമമില്ലാത്ത ഓട്ടമായിരുന്നില്ലേ സോനെ? ഞാനാദ്യം വിചാരിച്ചു ക്ഷീണം കാരണം തളർന്നു വീണതാന്ന്. ഇപ്പോ സീനിയർ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോഴാണ് പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. ഐശുവിലേക്ക് മാറ്റിയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഇന്ദ്ര. ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകിയിട്ടുണ്ട്. രാവിലെ ഡോക്ടർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാന്നാ പറഞ്ഞേ. നിങ്ങൾ രണ്ടാളും വല്ലാതെ ബുദ്ധിമുട്ടല്ലേ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുന്നില്ലേ രവി? ഇന്ദ്രൻ വരുന്നവരെ കാത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇതായിരിക്കില്ലായിരുന്നു ആന്റിയുടെ അവസ്ഥ. സമയത്തിന് എത്തിച്ചതുകൊണ്ട് മാത്ര രക്ഷപ്പെട്ടെന്ന ഡോക്ടർ പറഞ്ഞത്. ആന്റിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മുൻകൈ എടുത്തത് ഹർഷ തന്നെ ഇന്ദ്ര. ഈ ഹോസ്പിറ്റൽ തന്നെ മതിയെന്ന് പറഞ്ഞതും ഹർഷയാ. അല്ല, എന്താ ഇവിടെ കൊണ്ടുവന്നത്? അവിടുന്ന് എളുപ്പം സിറ്റി ഹോസ്പിറ്റൽ ആയിരുന്നല്ലോ. അത് പിന്നെ ആന്റിക്ക് നെഞ്ചുവേദനയായിരുന്നില്ലേ? അറ്റാക്ക് ആയിരിക്കുമെന്ന് എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു. ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രതാപൻ ഇവിടെ വർക്ക് ചെയ്യുന്നെന്ന് എനിക്കറിയായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ആന്റിയെ നോക്കിയത്. പ്രതാപൻ ഡോക്ടർ അറ്റൻഡ് ചെയ്ത കേസുകളൊന്നും ഫെയിലായിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. താങ്ക്സ് ചേച്ചി. ഈ അവസ്ഥയിലും ഇത്രയൊക്കെ ചെയ്ത് ഞങ്ങളുടെ അമ്മയെ രക്ഷിച്ചില്ലേ? ഇനി ഹർഷ ചേച്ചി ഇവിടെ നിർത്തേണ്ട രവിയേട്ടാ. ഇപ്പൊ തന്നെ നല്ല ടയേർഡാ. ഡെലിവറി എടുക്കാറായില്ലേ? ഈ സമയത്ത് ഇങ്ങനെ ഉറക്കം കളിക്കാനും സ്ട്രെയിൻ എടുക്കാനും ഒന്നും പാടില്ല.